അങ്ങനെ CJP പവനായി ശവമായി. എന്തൊക്കെ പ്രഹസനമായിരുന്നു. BJPയെ താഴെ ഇറക്കണം, മോദിയെ താഴെ ഇറക്കണം, ഇന്ത്യയുടെ ഭരണഘടനയും സെക്യുലർ ഡെമോക്രസി എല്ലാം മാറ്റി തിരുത്തണം, യൂത്തന്മാർക്ക് വേണ്ടിയുള്ള യൂത്തൻ്റെ പാർട്ടി, സത്യം പറഞ്ഞാൽ കൂറകൾക്ക് വേണ്ടി കൂറകളുടെ പാർട്ടി CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ഞാൻ പിന്നെ വിളിക്കുന്നത് ഇപ്പം പുതിയ പേര് അതിന് വന്നിട്ടുണ്ട്, MJP, മൂഞ്ചിയ ജനതാ പാർട്ടി. അതാണ് അതിന് പറ്റിയ പേര്. പിന്നെ ഒരു ചെക്കൻ ഉണ്ടായിരുന്നല്ലോ അമേരിക്കയിൽ നിന്നെങ്ങാണ്ട് വന്നിട്ട്, അഭിജിത്തോ, സത്യം പറഞ്ഞാൽ അവനെ അമേരിക്കയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാ. അവൻ ഡൽഹി എയർപോർട്ടിൽ വന്നപ്പോൾ എന്നെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ, പോലീസുകാർ എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യണം, പുള്ളി അതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ ആരും ഇല്ലായിരുന്നു ഈ ചെക്കനെ മൈൻഡ് ചെയ്യാൻ. പിന്നെ അവൻ കുറേ പട്ടി ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ച് കുറേ നടന്നു. പിന്നെ ഇപ്പം ദാണ്ട് സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം, വേറെ അടുത്ത ഷോ. പിന്നെ അവനോട് നിരാഹാരം കിടക്കാൻ പറഞ്ഞപ്പോഴത്തേന് അവന് പറ്റത്തില്ല, അവന് എന്തുവാ അജീർണ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നാ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഭക്ഷണം വേണം. അതുകൊണ്ട് അടുത്ത ഒരു ഐറ്റത്തെ ഇറക്കി, നമ്മുടെ കാശ്മീരിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വേറെ ഇതാക്കാൻ വേണ്ടി കളിച്ചുകൊണ്ട് നടന്ന ഒരുത്തനുണ്ടായല്ലോ, സോനം വാങ്ചുക്ക്. സത്യത്തിൽ ഞാൻ അവനെ വിളിക്കുന്നത് സോനം വാണംചുക്ക് എന്നാണ്. എന്തൊക്കെയായിരുന്നു ഇത്ര ദിവസം അവൻ്റെ നിരാഹാരവും എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ചേട്ടൻ അയ്യോ ഗവൺമെന്റിനെ വിളിച്ചിട്ട് പറയുന്നു, എന്നെ ഒന്ന് രക്ഷിക്കുമോ, എനിക്ക് ചാറായേന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മോദിജി ആണ്ട് പറഞ്ഞു, കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് വിട്ടിട്ട് പറഞ്ഞു, ആ ചെക്കനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി, ഇല്ലേ പാവൻ ചത്തുപോകും, എന്നിട്ട് ആ ഈ കൊലക്കുറ്റോടെ എൻ്റെ മണ്ടക്കോട്ട് വരും, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ആണ്ടിപ്പോൾ അങ്ങനെ ആശുപത്രിയിലോട്ട് എടുത്തോണ്ട് പോയി. എന്ത് ഗതികെട്ട അവസ്ഥയല്ലേ ഒരു പാർട്ടി തുടങ്ങിയിട്ട്, മൂഞ്ചിയ ജനതാ പാർട്ടി CJP. പിന്നെ ഈ സോനം വാണംചുക്ക്, അവൻ ഭയങ്കര പണ്ടേ ഫേമസ് ആയിരുന്നല്ലോ. വേണ്ടാത്ത കുറേ തോന്നിയാസങ്ങളൊക്കെ കാണിച്ച് ചേട്ടൻ പണ്ടേ ജയിലിൽ കുറേ കയറി കിടന്നിട്ടുള്ള, അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇനി അടുത്ത ആരെ കൊണ്ടുവന്നാണാവോ പരീക്ഷണം. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേര് പോയായിരുന്നു. നമ്മുടെ AA റഹീം, അവൻ്റെ AA ഇങ്ങനെ വരാൻ പറയുമ്പോഴത്തേന് എനിക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് നമ്മുടെ AA റഹീം ഇവനൊക്കെ വന്നു വെച്ചിട്ട് അവിടെ ഭയങ്കര പിന്നെ അവിടുത്തെ ആ നെഹ്റു കോളേജ് ഉണ്ടല്ലോ, മറ്റേ കമ്മികളുടെ എല്ലാം വലിയ കോളേജല്ലേ, അവിടുന്ന് കുറേ പിള്ളേരെ ഇറക്കി ഇവന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ അഭിജിത്തോ ആ ചെറുക്കന് വേണ്ടി. അങ്ങനെയും കുറേ പ്രശ്നം. എന്താവാനാവോ, ആരുമില്ല. ഞാനൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഡൽഹിയിൽ ആരുമില്ല ഇവൻ്റെ ആ നിരാഹാര സമരമൊക്കെ ഇല്ലായിരുന്നോ, അതിൽ പങ്കെടുക്കാൻ ആരും ഇല്ല. സോ നിങ്ങളൊക്കെ ഇനിയും മനസ്സിലാക്കുക CJP എന്താന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.